എനിക്കെന്തായാലും ഒരു മാസത്തേക്കുള്ളതായി രഘുവരൻ. അതാണ് ഞാൻ പറഞ്ഞു, ലോക പരാജയമൊന്നുമല്ല. ചക്കാന്ന് പറയുമ്പോ ചുക്കുന്ന പറ, സത്യങ്ങൾ വെളിപ്പെടുത്തത്. ഇപ്പോഴത്തെ പോലെയുള്ള പിള്ളേരുടെ പോലെ എത്രയും പോയി ഇപ്പോഴും ഇല്ല. അത് ചേട്ടനൊരു സൈഡ് വഴി നോക്കുന്നുണ്ടായിരുന്നു. അത് എന്നോടും കൂടെ ഇരിക്കാൻ പറയാട്ടാ. അതേ പറഞ്ഞു ഇനി വരുമ്പോ അല്ലെ ഷായ്ചേട്ടൻ എനിക്ക് എന്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ അവര് അല്ല ഷായ്ചേട്ടാ ചേച്ചിയുടെ ഇന്റർവ്യൂ 1 വർഷം പോലും തികക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ലൈഫ് അപ്പൊ പഠിച്ച്. ആ സമയം കൊണ്ട് 25-24 വയസ്സല്ലേ ഉള്ളൂ. 25ാമത്തെ വയസ്സുകൊണ്ട് ജീവിക്കാൻ പഠിച്ചു. കമന്റ് വായിച്ചിട്ട് ചിരിക്കണം. പക്ഷെ ഇത് കൊറേ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ജോലിക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അതെവിടെയെങ്കിലും കണ്ടാൽ ഞാൻ നല്ല ഇറങ്ങി വീഴും. അതുകൊണ്ട് ഞാൻ അവനതിൻ്റെ അഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതെന്താണെന്ന് അറിയാം, നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാത്തത് എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ചിന്തിക്കാത്തൊരു ലൈഫല്ലേ ഇപ്പം നമ്മുടെ ലൈഫ്. ഇനിയും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും ബോണസ് കിട്ടുമ്പോൾ ഇടക്കിടക്ക് തന്നാൽ മതി. ഇതിങ്ങനെ തന്നെ പോയാൽ മതി. പിന്നെ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം മേടിക്കണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ല, എനിക്ക് എൻ്റെ കൂടെ നിന്ന് വെച്ചത് രശ്മിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വേറെ അതിലപ്പുറത്തോട്ട് അത്ര ഇതായിട്ട് ആരും നിന്നിട്ടില്ല. എൻ്റെ വീട്ടുകാരാണെങ്കിലും രശ്മിയുടെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എൻ്റെ ഫുൾ ബോണായിട്ട് നിന്നത് ദേഷ്യം വരുമ്പോഴും തന്നെ പറഞ്ഞിട്ടാണ് പറയണത്. അല്ലെങ്കിൽ എങ്ങാനും ചേട്ടൻ പിന്നെ അടുത്തത് കിട്ടും. ഞങ്ങളുടെ ഒളിച്ചോട്ടം തന്നെ ആണോ? അല്ലാതെ അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആ സമയത്ത് ഞാൻ വിളിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു ബെനിയനും ഒരു ഇത്രയുള്ള ഫ്രോക്ക് ഇത് ഇട്ടിട്ടുണ്ട്. എന്താ അതിന് പറയണത്? ചോദിച്ചു. എന്റെ ചേട്ടൻ ചോദിക്കാൻ കാരണമുണ്ട്. അവന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമോ അവന്റെ സകല പരിപാടിയും പൊളിഞ്ഞു. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ അവന്റെ ഹണിമൂണും എല്ലാം പൊളിഞ്ഞ് നാശായി. അതെന്റെ ഹസ്ബൻഡ്, എന്റെ ഭർത്താവ്, എന്റെ കെട്ടിയോൻ. കൂടുതൽ വലുതൊന്നും ഇല്ലില്ല, സിനിമയിലില്ല, ഞാനും ഇല്ലില്ല. ചേട്ടൻ അഭിനയിക്കാം. അതുകൊണ്ടാണ് അഭിനയിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? അമ്മയ്ക്ക് കുറെ കാശ് കിട്ടില്ല, എണ്ണ ഉണ്ടായിരുന്നു. അതെ, ഇതുമാതിരിയുള്ള പൊട്ട സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഓക്കെ, അപ്പൊ ആ സെഗ്മെന്റ് തീർന്നു. ചിരിച്ച് 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 എന്റെ കണ്ണൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തായാലും ഒരു മാസത്തേക്കുള്ളതായി രഘുവരൻ. ഇരിക്കട്ടെ, എന്താണ് കുഴപ്പം? നല്ലതല്ലേ? കറക്റ്റ് ആയിരുന്നു. അന്നത്തെ ചേച്ചി പറയണ്ടല്ലോ ഇന്നത്തെ അല്ല അന്നത്തെ ആണെന്ന്. ഇപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞ അന്നത്തെ. അതെനിക്ക് തോന്നി, എന്റെ കണ്ണിൽ അങ്ങനെ തോന്നി. അതെ, അവരുടെ കണ്ണിലല്ലേ? തീർച്ചയായിട്ടും കാണുന്നവരുടെ കണ്ണിലാണ് അതിന്റെ സൗന്ദര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ നവംബർ 18 നാട്ടുകാരെയൊക്കെ വിളിച്ച് അതെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങി. അന്ന് മുതൽ അതിനുശേഷം ആ ഒരു ജീവിതത്തിൽ ഒരുമിച്ച് ഒരുപാട് നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമുള്ളത് നിങ്ങളിൽ ആരാ? ഇദ്ദേഹത്തിനാണോ? ആയിരിക്കുന്നോ? അല്ല, ഞാൻ ആകെ 3 മണിക്കൂർ പോലും ഉറങ്ങാറില്ല ഒരു ദിവസം. അങ്ങനത്തെ സ്വപ്നം കാണുമ്പോഴത്തേക്ക് ഉറക്കത്തില്ല. അങ്ങനെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ലോക പരാജയമൊന്നുമല്ല. ജീവിതത്തെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നടക്കുമല്ലേ പന്തലരപ്പനായിട്ട്. രാവിലെ ഒരുത്തം വന്ന് വിളിച്ചിട്ട് പോയി അവൻ്റെ കൂടെ വണ്ടി കയറി പോകും. ഉച്ചക്ക് ഒരുത്തം വരും, ഇവൻ കൊണ്ട് നടക്കുമ്പോൾ അടുത്ത വണ്ടിയായിട്ട് വരും, അവൻ്റെ കൂടെ കയറി പോകും. പിന്നെ രാത്രി എപ്പോഴോ തിരിച്ചു വരും. ഇതൊക്കെ തന്നെയായിരുന്നു അംഗം. അപ്പം പണിക്കും പോകില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് പിന്നെ നാണയില്ലാണ്ട് ഞാൻ കഴിക്കും. ഇതിന് കഴിക്കണം തോന്നണ്ടേ? ഞാൻ ജോലി ചെയ്ത് എന്തെങ്കിലും കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള 1 വർഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്വപ്നം കാണാനില്ലായിരുന്നു ഇയാളെന്നേരം ആലോചിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്നും വട്ടോത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അത്രയും ഇതായിട്ട് നടക്കുമായിരുന്നു. പണിക്ക് പോകാതെ ക്രിക്കറ്റും കളിച്ചൊക്കെ നടക്കില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ, പലരും ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഇത് എന്തായാലും ഒരു അധികം നാൾ പോകുന്നില്ല, ഇത് തിരിച്ചിങ്ങോട്ട് വരും. അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ ഇങ്ങനെ വെള്ളടിച്ച് കൂട്ടും ജോലിക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അതെവിടെയെങ്കിലും കണ്ടാൽ ഞാൻ നല്ല ഇറങ്ങി വീഴും. അതുകൊണ്ട് ഞാൻ അവനതിൻ്റെ അഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. കഞ്ചാവ്, കള്ള് ഒക്കെ. ഞാൻ ഈ പിള്ളേരോട് ഡാൻസും കളിച്ച് നടക്കണം, അല്ലാതെ വേറെ എപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടാവും.
അപ്പൊ ഉത്തരവാദിത്തമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു വർഷം പോലും തികക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ലൈഫ്. പക്ഷെ അത് കഴിഞ്ഞപ്പോ ചേട്ടൻ അങ്ങനെ അത് മനസ്സിലാക്കാന്നുള്ള ഒരു പ്രായത്തിൽ ഉത്തരവാദിത്തമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആ പ്രായത്തിൽ ഇങ്ങനെ ഫ്രണ്ട്സ് കൂടി നടക്കും. പക്ഷെ എപ്പോഴാണ് ചേട്ടന് ഒരു തിരിച്ചറിവ് തോന്നി, ഓക്കെ ഞാൻ ഇനി ലൈഫിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ? അതെ എന്തൊരു ഇൻസിഡന്റിൽ അത് ഒറ്റക്ക് വാടക താമസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കൂട്ടുകാരൻ്റെ 3000 രൂപ മേടിച്ച് കടം മേടിച്ചിട്ട് വാടക താമസിക്കാൻ പോകും. അവിടെ 800 രൂപ വെച്ച് 600 രൂപ വെച്ച് 3 മാസത്തെ വാടക കൊടുക്കണം. അങ്ങനെ ആ പൈസ കൊടുത്തതിൻ്റെ ബാക്കിയുള്ള പൈസക്ക് ഒരു മുറിയേ ഉള്ളൂ, ചെറിയ മുറിയും അതിൻ്റെ സൈഡ് 2 പായം മേടിച്ച് 2 തലേണ മേടിച്ച് ഒരു ബക്കറ്റ് ഒരു കപ്പ് കുളിക്കാനായിട്ട്, പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ച് കഴിച്ച് ആ പൈസ തീർന്നവർ അങ്ങനെയായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്നാ. അപ്പം ഞാൻ കുറേ പഠിച്ച്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി കുറേ. ഭക്ഷണം ഉണ്ടാക്കാനില്ല, ഒറ്റക്കായി പോവും, കഴിക്കാനില്ല, ഒന്നുമില്ല. എൻ്റെ അമ്മ സഹായിക്കും, എപ്പോഴും സഹായമായിരുന്നു, എൻ്റെ വീട്ടുകാരും ഒക്കെ. പക്ഷേ നമ്മൾ എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ മിമിക്രി നിർത്തിയിട്ട് പെയിൻറ്റിങ്ങിന് പോയി. പെയിൻറ്റിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെ മനോജ് ജിന്നസ് ട്രൂപ്പ് ഇടുമ്പോൾ അങ്ങോട്ട് വിളിച്ചത്. അവിടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, പണിക്ക് പോകണമുണ്ട്, അതിപ്പോൾ അത് കിട്ടില്ലട്ടോ എന്ന് പറഞ്ഞു. ഇതില്ല, അതിന് തന്നെ പോയാൽ തന്നെ മിമിക്രിക്ക് പോയില്ല തൂങ്ങിച്ചത്തുകളോ എന്ന് പറഞ്ഞ ആളായത് പെയിൻറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ. അങ്ങനെ പോയി മനോജൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ കിട്ടണമുണ്ട്. ആ ചെറിയ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ വലിയ സ്ഥലത്തേക്കായി അങ്ങനെ ആയി ഇന്നിപ്പോൾ ഈ വലിയ ലോകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു അല്ലേ. അപ്പൊ പഠിച്ച് ആ സമയം കൊണ്ട് 25-24 വയസ്സല്ലേ ഉള്ളൂ. 25ാമത്തെ വയസ്സുകൊണ്ട് ജീവിക്കാൻ പഠിച്ചു. അപ്പൊ ഇവിടുന്ന് ഒരു കൊട്ട് കിട്ടി, അതിൽ നിന്നൊരു തോന്നൽ തോന്നി, പിന്നീട് അങ്ങ് നല്ല കുട്ടിയായി. സ്വപ്നങ്ങൾ ചേച്ചി ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നടന്ന സമയത്തും ചേച്ചി നമുക്ക് നല്ലൊരു വീട്, നല്ലൊരു വണ്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഭേദപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വപ്നങ്ങളൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ചേട്ടൻ അങ്ങനെയൊന്നും കാണാനിരുന്നില്ല, ചേച്ചി മനസ്സിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കാണുന്നില്ല. അങ്ങനെയൊന്നും കാണുന്നില്ല. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞ രമ്യ ഇപ്പൊ ചോദിച്ചപ്പോഴേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഞാൻ എന്താ അങ്ങനെ ആലോചിക്കാണ്ടിരുന്നത്? അങ്ങനെയൊക്കെ ചിലപ്പോ ആലോചിക്കേണ്ടതായിരുന്നല്ലോ, പക്ഷെ ഞാൻ ആലോചിച്ചില്ല രമ്യ. ആണല്ലേ? ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊന്നും ആലോചിച്ചില്ല എന്നുള്ളത്. ഓക്കെ, ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും നമുക്ക് സ്വപ്നങ്ങൾ കാണാമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ കണ്ടു തുടങ്ങാം. പിന്നെ ലൈഫിൽ ഒരുപാട് ചേട്ടൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും ഹാർഡ്ഷിപ്സ് ഒക്കെ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. അന്നേരമൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് കൂടുതൽ നിന്നിരുന്നത് ആരായിരുന്നു ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോൾ? അല്ല, എനിക്ക് എൻ്റെ കൂടെ നിന്നത് രശ്മിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വേറെ അതിനപ്പുറത്തോട്ട് അത്ര ഇതായിട്ട് ആരും നിന്നിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും രശ്മിയുടെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എൻ്റെ ഫുൾ ബോണായിട്ട് നിന്നത് രശ്മി തന്നെ. അപ്പം അതുകൊണ്ട് രശ്മി തന്നെ. നമ്മൾ ഇന്റർവ്യൂലായതുകൊണ്ട് പറഞ്ഞതാ. ദേഷ്യം വരുമ്പോഴും എച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ എങ്ങാനും ചേട്ടൻ പിന്നെ അടുത്തത് കിട്ടും. ഇപ്പൊ എന്റെ പേര് സാജു പറയണ കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ വരും അല്ലെ, വേറെ മാറ്റി പറയുന്ന കേൾക്കുമ്പോ. എടീന്ന് വിളിക്കാറില്ല, എച്ചു തന്നെ വിളിക്കാം. എണ്ണേന്ന് വിളിക്കുള്ളൂ. എടീന്ന് വിളിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. വേറെ ആൾക്കാരൊക്കെ എടീന്ന് വിളിക്കും. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കാറുണ്ട്, എന്തിനാ അവരെ എടീന്ന് വിളിക്കുന്നത്? മോളേന്ന് അല്ലെങ്കിൽ പേര് എന്തെങ്കിലും വിളിച്ചാ കുറവാണ്. പറഞ്ഞ് പിള്ളേരൊക്കെ ആണെങ്കിലും പിള്ളേരങ്ങനെ വിളിക്കാറില്ല, മക്കളെ മോളെ നല്ലത് വിളിക്കാറില്ല. എന്നാലും എടീന്നൊക്കെ ചിലവരെ പറഞ്ഞു വരുമ്പോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ചേച്ചി ഒരു ലൈഫിൽ നമ്മുടെ എന്താ പറയാ, ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം നിങ്ങളുടെ 25ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ പല രീതിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യണം അല്ലേ, പല രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, പരസ്പരം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഇത്രയും വർഷം നമുക്ക് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള തുടക്കത്തിലെ പലതരത്തിലുള്ള നിങ്ങൾക്ക് സ്വരച്ചേർച്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചേച്ചി ഈ ഷാജി ചേട്ടൻ്റെ കൂടെ കൂടിയിട്ട് ചേച്ചി എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ആ തുടക്കകാലം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതാണല്ലോ. പിന്നീട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഒരുപാട് ജൂനി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, അവര് പറഞ്ഞ പോലെ വരുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സത്യങ്ങൾ വെളിപ്പെടുത്തുക. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട
സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുമ്പോഴത്തേക്കും ചേട്ടായി കേൾക്കാറുണ്ട്, ചേട്ടായി പറയണ ഞാനും കേൾക്കാറുണ്ട്. രണ്ടുപേരും പരസ്പരം പറയുമ്പോൾ ആരുടെ ഭാഗത്താണോ അത് ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് തോന്നുവാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കും. ഇപ്പം ഞാൻ പറയുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ ചേട്ടായി അത് അങ്ങനെ ശരിയല്ല കേട്ടോ, ഇത് ഇങ്ങനെ പോകണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ചേട്ടായി ഓക്കെ പറയും. അതേസമയം ചേട്ടായി പറയുവാണ് ഏറ്റവും അത് ശരിയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ അതായിരിക്കും. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെല്ലാവരും മാറ്റി പറഞ്ഞിട്ടുണ്ട് നിലവിൽ. അതെ, എല്ലാവരും അത് മാറ്റി അതല്ലായിരുന്നു സാജു ഇങ്ങനെയായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം അല്ലേ, എല്ലാരെയും കൂടെ അങ്ങനെ മാറ്റി പറയിപ്പിക്കാൻ പറ്റിയ. അത് ഈ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം തന്നെ മാറ്റി പറയിപ്പിച്ചു, എല്ലാവരും മാറ്റി പറഞ്ഞു. ഞാൻ എൻ്റെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നേക്കണല്ലേ, അപ്പം അതിന്മേന്ന് മാറി എനിക്ക് ജീവിക്കണം, അല്ല എൻ്റെ അച്ഛന് വേണ്ടി ജീവിക്കണം, അച്ഛന് വിഷമം ഉണ്ടാവരുത്. അത് കാരണം അതിന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊക്കെ ആയിരുന്നു. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നമില്ല. ഒരു ദിവസം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വീട്ടിൽ പേടിച്ചിട്ട് ഒരു കയ്യിൽ കൃഷ്ണൻ ഒരു കയ്യിൽ ബൈബിള് കട്ടിലിൻ്റെ മൂലക്ക് ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക ഇങ്ങനെ. ഫ്ലാറ്റിലോ? വീട്ടിലായിരുന്ന സമയത്ത് നേരത്തെ വീട്ടില് ചേച്ചിക്ക് അത്ര പേടിയാ? അല്ല, അന്ന് ചെറിയ പ്രായമായിരുന്നില്ല രമ്യ, 23-24 വയസ്സ് ആ സമയം. ഇപ്പോഴത്തെ പോലെയുള്ള പിള്ളേരുടെ പോലെ എത്രയും ബുദ്ധിയും ഇപ്പോഴും ഇല്ല. അത് ചേട്ടൻ്റെ ഒരു സൈഡ് വഴി നോക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞല്ല ചേട്ടയ്ക്ക് അറിയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ കയറി പറയുന്ന എനിക്കറിയാം. തീരെ ബുദ്ധിയും ബോധം എനിക്കില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പോയത്. അതുകൊണ്ടല്ലേ നീ വന്ന് അതാണ് കഥ. ഓക്കെ, പക്ഷെ ചേട്ടൻ എന്താ രച്ചുവിന് വേണ്ടിയിട്ട് ഓക്കെ എനിക്ക് ചില ബോയ്സിന് ചിലപ്പോൾ ചില ശീലങ്ങളോ കാര്യങ്ങളോ നിർബന്ധങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഓക്കെ എനിക്ക് ഇവളെ ഇഷ്ടമായതുകൊണ്ട് ഇവൾക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെക്കാം. അങ്ങനെ എന്തെങ്കിലും തുടക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മുൻകോപം അതിപ്പോൾ ഇപ്പോഴും വാശിയുണ്ട്, ദേഷ്യമുണ്ട്, എന്നാലും എന്തെങ്കിലും കോംപ്രമൈസ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അച്ഛനോട് തന്നെ വന്ന് ചോദിക്കും, പിന്നെ അത് ഞാനന്നങ്ങ് നിർത്തിയേക്കട്ടെ, അത് വേണ്ടല്ലെന്ന് പറയുമ്പോൾ അത് വേണ്ട ഏട്ടാ കുഴപ്പമില്ല. നിർത്തണ്ടാവുന്നോ? നിർത്തണ്ടെന്നല്ല ഞാൻ പറയണത്. ഇപ്പം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും വാശി പിടിക്കാറില്ല, അത് ചെയ്യരുത് എന്ന് പറയാറില്ല. ഇപ്പം മദ്യപിക്കാനാണെങ്കിലും ഞാൻ പറയും, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ മദ്യപാനക്കാരനാണ്. എല്ലാത്തിനും ഉദാഹരണം മദ്യപാനം. അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ ചാനലിൽ ഒരു പെങ്കൊച്ചു ഇട്ടേക്കണ്, പാഷാണം ചേച്ചി ഭയങ്കര മദ്യപാനമാണെന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ, ചുമ്മാ അങ്ങനെ മദ്യപിക്കാറൊന്നും അല്ല. ഒരു പെങ്കൊച്ച് ഇപ്പൊ ഈ അടുത്തെന്തോ വന്ന വാർത്തയാന്ന് തോന്നുന്നത്, ഷാജിയുടെ നില അതീവ ഗുരുതരം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാര് ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഈടെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പിന്നെ ഇത് എവിടുന്ന് പൊക്കി വന്നു? ഇങ്ങനത്തെ സ്വപ്നം കണ്ടതായിരിക്കും ആ പെങ്കൊച്ച്. ചേട്ടൻ വിളിച്ച് ചോദിച്ചില്ലേ? അല്ല ചേട്ടൻ വിളിച്ച് ചോദിച്ചൊന്നുമില്ല? അറിയില്ല, എന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഈ കുട്ടികള് ഇല്ലാത്തതിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മീൻസ് എന്താ ഞങ്ങൾക്ക് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആരൊക്കെയോ ഞങ്ങളെ അതിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു കുട്ടി എന്നെ വിളിച്ചേക്കുവാ, വിളിച്ചിട്ട് മെസ്സേജ് കുറേ പ്രാവശ്യം വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, അത് ഇതുമാതിരി അന്നൊരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് ആ കുട്ടി ചേച്ചി എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ നോർമൽ രീതിയിൽ സംസാരിച്ചപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ ഉണ്ട്, ഞങ്ങളൊരു ഇൻ്റർവ്യൂവിലായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞോളൂ, അതാണ് ഫോൺ എടുക്കാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പതുക്കെ ചോദിക്കേണ്ടപ്പോൾ ഞാൻ എന്താ, ഇപ്പോൾ എനിക്ക് തോന്നി അതിന് മുന്നേ ചേട്ടാ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചേട്ടന് വല്ല വയ്യായിക്ക് എങ്ങനെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടന് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ വരെ ചേട്ടനൊരു കുഴപ്പമില്ല. അല്ല ഞങ്ങളിങ്ങനെ ഇതിൽ കേട്ടായിരുന്നു ചേട്ടൻ്റെ നില അതീവ ഗുരുതരമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടന് ഇപ്പോൾ വരെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഭയങ്കര കുടിയ, പാഷാൻ ഷാജിയുടെ മദ്യപാനമാണ് ഇതിന് കാരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും മദ്യപിക്കാറില്ല മക്കളെ. എന്തൊക്കെയല്ലേ ഓരോ ഫേക്ക് ന്യൂസ് പറഞ്ഞിറങ്ങുന്നത്. അതെ അതെ. ഒരു ദിവസം ഇതുപോലെ തന്നെ എന്താണ്, ഞാൻ ആ ഒരു ഫിലിപ്പീൻ പെണ്ണിനെ കെട്ടണ ഒരു സീൻ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വൈഫിനെ അയച്ചു കൊടുത്തു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. ഈ മുപ്പിലെത്തിയത് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തോട്ടങ്ങി. എന്തൊക്കെയാ പറയണത്, സോഷ്യൽ മീഡിയ നമുക്കെല്ലാം. ഞാനിരുന്ന് ചിരിക്കുള്ളൂ കേട്ടോ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം എന്നെ ചീത്ത പറഞ്ഞാൽ അതിലും കമൻറ്റ് വായിച്ചിരുന്ന് ചിരിക്കണ ആളാണ് ഞാൻ. പക്ഷെ ഇത് കുറേ ഫേക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. വന്നിരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഓക്കെയാ, ബാക്കി ഫേക്കായിട്ടുള്ള ഇത് ഈ ഒരു ശബ്ദത്തിൽ പറയുന്ന ആൾക്കാർ. എന്നാലും പറഞ്ഞു എന്താണ്
ലച്ചുവിന് അറിയത് കറക്റ്റ്. ഇല്ല എനിക്കറിയില്ല ചേട്ടാ. അപ്പൊ അങ്ങനെയുള്ള കുറെ പേരുണ്ട്. പിന്നെ പറയട്ടെ, നമ്മളെപ്പോഴും ഇങ്ങനെ നിൽക്കണമല്ലോ. ഓക്കെ, പറയുന്നവര് പറയട്ടെ അല്ലേ, നമുക്കൊന്നും അവരുടെ വായ കൂട്ടാൻ പറ്റില്ല. അല്ല ചിലപ്പോ അതോടുകൂടി ചിലപ്പോ തീർന്നു പോയത് ആ ഒരു എന്തെങ്കിലും വരാനുണ്ട് അതെ, അതങ്ങ് പോയിട്ടെങ്കിലും അങ്ങനെ വിചാരിക്കാം നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള എന്താ പറഞ്ഞത്, നമ്മള് പറഞ്ഞോണ്ടിരുന്നത് ശീലങ്ങൾ എന്തെങ്കിലും ചേച്ചിക്ക് വേണ്ടിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. അതിനെന്താ, എന്ത് വേണ്ടെന്ന് വെച്ചാലും വേണ്ടെന്ന് നോക്കും, ഞാനപ്പോ തന്നെ വെക്കും. പിന്നെ തുടങ്ങാലോ. അല്ല ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ എന്ത് ശീലമാണെങ്കിലും അങ്ങനെ വേറെ ശീലം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ വേണ്ട, പക്ഷെ കുറച്ച് മുമ്പിലെ തന്നെ പറയണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. നമുക്ക് വേറെ ശല്യമൊന്നുമില്ല, വല്ലപ്പോഴും ചെറുതായിട്ട് കഴിക്കും. അല്ല എന്താണേലും അതെ, ഓവർ ആവുമ്പോഴല്ലേ സ്ഥലം ഇരിക്കണം. നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങി കഴിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു ബാറിൽ പോയി കഴിക്കാൻ പറ്റും. ഇത് അത് മാത്രമല്ല സംസാരം. നമ്മള് നമ്മളുടെ കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അങ്ങനെയൊന്നും നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഓക്കെ. അപ്പൊ അങ്ങനെ പെങ്കൊച്ചിങ്ങനെ പറഞ്ഞോണ്ടേ. ഓക്കെ, ശരി. ആ ടോപ്പിക്ക് അങ്ങ് വിട്ട് നമുക്ക് അടുത്തതിലേക്ക് കയറാം. ഓക്കെ, അടുത്ത് ഇനി എന്താ ചോദിക്കുക? ഓക്കെ, കൂടെ എന്താ പറയാ, നിങ്ങൾ അധികം അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം എനിക്കറിയാം, നിങ്ങൾ ആഗ്രഹിച്ചു, ഈ ഒരു വീട്ടിലേക്ക് വന്നു. ഇനി എന്താണ് നിങ്ങൾ ഒരുമിച്ച്, ഇപ്പോൾ ചേട്ടൻ്റെ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്ക് മുന്നോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? എന്തൊക്കെയാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്? ഇതെന്താണെന്ന് അറിയാം, നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാത്തത് എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ചിന്തിക്കാത്തൊരു ലൈഫല്ലേ ഇപ്പം നമ്മളുടെ ലൈഫ്. ഇനിയും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും ബോണസ് കിട്ടുമ്പോൾ ഇടക്കിടക്ക് തന്നാൽ മതി, ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതി. പിന്നെ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം മേടിക്കണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വീടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞങ്ങളുടെ ജീവജാലങ്ങളെയൊക്കെ വളർത്തി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് അതാ, അത് വെച്ചിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യണം. ചേട്ടൻ്റെ സിനിമ ഉടനെ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം. യെസ്, പ്രൊഫഷനിലെ കുറിച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും നാളും കണ്ടിരുന്ന ഒരു ആക്ടർ, ഒരു ഷാജി ചേട്ടനിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സംവിധായകനായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. എന്താ ഷാജി ചേട്ടാ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ? പ്രൊജക്ട് ഇപ്പോൾ ഡിസംബറിൽ ഒരെണ്ണം തുടങ്ങും. അതൊരു ആന്തോളജി മൂവിയാണ്. ഗംഗ, യമുന, സിന്ധു, സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു പടം. 4 സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു പടം. ഓക്കെ, അപ്പൊ അതിലൊരു മൂവി ഞാനാ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വലിയ മൂവി ചെയ്യാനിരിക്കുന്നത്. ഓക്കെ, അത് ചേട്ടൻ ചെയ്യുന്നത് ഗംഗയാണോ? ഗംഗ. ഓക്കെ, അപ്പൊ തുടക്കത്തിലാണ് ചേട്ടന്റെ വരുന്നത് സീക്വൻസ്. അതിനുശേഷം ചേട്ടൻ ഒരു ഫുൾ മൂവി. അതിന്റെ ടൈറ്റിലൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ബാക്കി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുക. പക്ഷെ ഇങ്ങനെ മൂവി ഡയറക്ഷൻ അതിലേക്കൊക്കെ വരുമ്പം ചേട്ടൻ ആ മൂവിയുടെ കഥ ചേട്ടൻ തന്നെ. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോ അതിന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു ഇതെന്താ, ജോണർ എന്താ? ഇപ്പൊ അതെന്താ എന്നോട് ഇങ്ങനെ ചോദിക്കണില്ലേ, അതെന്തുകൊണ്ടാണ് ഞാൻ ഈ മിമിക്രി തമാശ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും തമാശ മിമിക്രി കാണിക്കാത്തൊരു മിമിക്രി കലാകാരനാണ്. ഒരാളുടെ ശബ്ദം അനുകരിച്ചിട്ടില്ല. പട്ടിയുടെ പൂച്ച വെച്ചെടുക്കാൻ എനിക്കറിയില്ല. ഇപ്പോഴും പട്ടി വരക്കണം എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു കല. ഞാൻ സ്കിറ്റ് കളിച്ച് വന്നതാണ്, കോമഡി സ്കിറ്റ് കളിച്ച് വന്നേക്കണം. പക്ഷെ ചേട്ടൻ ഒരുപാട് കൗണ്ടർ പറയും, ഭയങ്കര ഹ്യൂമർ സെൻസ് ആണല്ലോ. അതാ ചോദിക്കുന്നത്. അപ്പൊ അത്ര ചേട്ടൻ എഴുതുമ്പം കഥകളെല്ലാം അങ്ങനത്തെ ഒരു തമാശ രൂപത്തിലാണോ അതോ സീരിയസ് ടൈപ്പ് ആണോ? അല്ല, ഞാൻ സബ്ജക്റ്റ് വായിച്ചപ്പോൾ പല ആർട്ടിസ്റ്റുകളുടെ അടുത്തും പോയി വായിച്ചപ്പോൾ അവർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തത് ഷാജി തമാശക്കഥ എന്ന് ഓർത്തിരുന്നത്, പക്ഷേ അതല്ലാന്ന് സീരിയസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ നാടകങ്ങൾ ചെയ്തുകൊണ്ട് വന്ന +2 കലോത്സവം സ്കൂളുകളിലൊക്കെ നാടകം പഠിപ്പിച്ച് ഡയറക്റ്റ് ചെയ്ത് അമേച്ചർ നാടകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ റൂട്ട് അങ്ങനെയാണ്. ഞാനിപ്പോൾ വൈഫിനെയും എൻ്റെ ബ്രദറിനെയും വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കള്ളാന്ന് പറഞ്ഞിട്ട് അതിന് ഒത്തിരി അവാർഡുകൾ കിട്ടി. ജമ്മു കാശ്മീരിൻ്റെ ഫിലിം ഫെസ്റ്റിവലുണ്ട് ഓളിൻ്റെ, അവിടെ വെച്ച മികച്ച ഡയറക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തത്. ഭരതൻ സാറിൻ്റെ അവാർഡ് ഉണ്ടായാലും അവിടെ മികച്ച ചിത്രം എൻ്റെ ആയിരുന്നു. മൂവാറ്റുപുഴ നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലിന് അവിടെ മികച്ച ചിത്രം എൻ്റെ ആയിരുന്നു. അപ്പം അത് ഓഫ് ബീറ്റ്. അത് വൈഫ് 75 വയസ്സുള്ള ക്യാരക്ടറായിട്ട് ചെയ്തേക്കണം. കുറെ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ ചേച്ചി? അല്ല, ക്യാരക്ടർ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് 2 ദിവസമായപ്പോഴും ക്യാരക്ടർ വിട്ടിട്ടില്ല. എന്തൊക്കെ കിട്ടി ക്യാരക്ടർ? ആ ക്യാരക്ടറിൽ ഇന്ന് പാഷാണോ ഷാജി അല്ലെ എന്നെ സാജു എന്തൊക്കെ വന്നു ആ ക്യാരക്ടറിൽ നിന്നുള്ള? അത് കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോന്നിലേക്കൊക്കെ ഇതേപോലുള്ള ക്യാരക്ടർ ചെയ്യിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഒന്നിച്ച് കളിക്കുന്ന നാടകത്തിലും ക്യാരക്ടർ ചെയ്യണം, വൈഫായിട്ട് ചെയ്യണത് വൈഫാണ്. അപ്പൊ ഇപ്പം ചേച്ചി ഇത്ര നാളും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു അഭിനയത്തിലേക്ക് ചേച്ചിയും ഇങ്ങനെ ഇറങ്ങുന്ന ചേച്ചിയുടെ സ്വന്തം ഇഷ്ടത്തിലാണോ ഷാജിയുടെ നിർബന്ധിച്ചിട്ടാണോ? ചേട്ടായി പറഞ്ഞു ഇങ്ങനെ നാടകം ചെയ്യാന്ന് പറഞ്ഞു. നാടകത്തിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡാൻസർ ആണല്ലോ, ഒബ്വിയസ്ലി അഭിനയം ഈസി ആയിട്ട് വരും.
അപ്പം നാടകം എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം നാടകം ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ ചെയ്തു. വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് തോന്നുന്നു. ചാവറയിൽ തന്നെ ഞങ്ങൾ നല്ല ഷോ ആയിരുന്നു. ഒരുപാട് സിനിമയിലുള്ള ശ്വേത ചേച്ചി വന്നിട്ടുണ്ട്, കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂർ, ഒരുപാട് ഷാജൻ ചേട്ടൻ, നാദിഷിക്ക, ഒത്തിരി പേര് വന്നിട്ടുണ്ടായി. അവരുടെ മുൻപിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ആ ഒരു ചമ്മലോ നാണോ അങ്ങനെ ഒന്നുമില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇല്ല, പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ നാണമില്ല. എനിക്ക് ഇന്റർവ്യൂവിൽ വരാൻ മാത്രമേ ഉള്ളൂ നാണോ. സത്യം പറഞ്ഞപ്പോ ഇന്ന് രാവിലെ ഈ പറഞ്ഞ ഞങ്ങള് വഴക്ക് കഴിച്ചിട്ടിരിക്കുക. എന്തിന്? ഇന്ന് രാവിലെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്റർവ്യൂ ഇരിക്കണോന്ന്. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈഫ് കാണാം, ആ വൈഫ് വേണം ചേട്ടാ, ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വെച്ചു വേണ്ട, പിന്നെ തുടങ്ങി പിന്നെ ചേച്ചി ഇത്ര നാണാണോ എനിക്ക് ഇന്റർവ്യൂ അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അഭിനയിക്കാനായിരുന്നെങ്കിൽ ചേച്ചി ഒരു കൈ നോക്കിയേനേന്ന് കേട്ടോ. എന്നോട് എപ്പോഴും പണ്ടോട്ട് ആ ഇന്റർവ്യൂ ഉണ്ട് വരണമെന്ന് വരുമ്പോഴത്തേക്ക് ഞാനില്ല കേട്ടോ, എനിക്ക് മടിയാ, എനിക്ക് മടിയാ. ഇനിയിപ്പോ ഇന്റർവ്യൂവിന് ഞാനത് പറയാൻ എപ്പോഴും പറയും, ഇന്റർവ്യൂവിന് ഇരുത്താൻ വേണ്ടി മാത്രം ഞാൻ വേറെ പെണ്ണിനെ കെട്ടാന്ന് പറയും. ആയിക്കോട്ടെ. ഇനി മാഡത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ അല്ലാതെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എത്ര പേര് ഇനി വരും അങ്ങനെയാണെങ്കിൽ? അപ്പൊ ഇപ്പഴേ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ കൊടുത്ത് ശീലമാവട്ടെ. എന്നോടും കൂടെ ഇരിക്കാൻ പറയാ. അതേ പറഞ്ഞു, ഇനി വരുമ്പോ അല്ലെ ഷായ്ചേട്ടൻ വിചാരിക്കും എന്റെ ഇന്റർവ്യൂനാണ്. അപ്പൊ അവര് അല്ല ഷായ്ചേട്ടാ ചേച്ചിയുടെ ഇന്റർവ്യൂ പാട്ടിന് വിളിക്കാൻ പറ്റുന്ന പോലെ അതന്നെ ചേട്ടനല്ലേ അനിയൻ, അതുപോലെ ആവും ഇനി. ഇങ്ങനെയായിരിക്കും ഇനി വരാൻ പോണത്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് ഫേസ് ചെയ്ത ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതെന്തായിരിക്കും? നിങ്ങൾ ഒരുമിച്ച് അതിനെ ഫേസ് ചെയ്തു. അത് ഞങ്ങളുടെ ഒളിച്ചോട്ടം തന്നെ ആണോ? അല്ലാതെ അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആ സമയത്ത് ഞാൻ വിളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ബനിയനും ഒരു ഇത്രയുള്ളൊരു ഇത് ഇട്ടിട്ടുണ്ട്. എന്തിനാ അങ്ങനെ പറയണത്? മിഡിയോ ചേച്ചിനെ ഡ്രസ്സിട്ടാണോ? അല്ല ചേച്ചി. വിളിച്ചിട്ട് പോണത്. ഞങ്ങള് എന്റെ വീട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇക്കിളിട്ട് കൊല്ലാനുള്ളൂ, ഞാൻ ഒരാൾ രണ്ടുപേരും ഇക്കിളിട്ടാ തീരുഞ്ഞാൻ. അപ്പൊ അങ്ങനെ അവരെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ അതീവ ഭീകര ആൾക്കാരാ. ഞാൻ അവരുടെ മുമ്പിലൊക്കെ നിന്നില്ല ഇങ്ങനെ. അതുപോലെ എച്ചുവിന്റെ വീട്ടുകാരൊക്കെ വന്നപ്പോഴും എച്ചും ധൈര്യമായിട്ട് നിന്നു. അത് കഴിഞ്ഞ് എച്ചുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എച്ചുവിൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ. എന്നെ മാത്രം ആരുമില്ല. ഞാൻ ഒറ്റക്ക് എടുത്ത് ബസ്സിൽ കയറി വീട്ടിൽ വന്നറിയുമ്പോൾ എൻ്റെ അമ്മ അതൊക്കെ എന്നെ കണ്ടത് ഭഗവാനൊരച്ചടി. അത് തരണം ചെയ്താണ് ഏറ്റവും വലിയ തരണം ചെയ്യല്. അവിടെ ഒരുമിച്ച് നിന്നു, അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. അത് ചേച്ചി നേരത്തെ പറഞ്ഞു. എന്റെ ചേട്ടനെ ചോദിച്ചു. എന്റെ ചേട്ടൻ ചോദിക്കാൻ കാരണമുണ്ട്, അവന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമോ അവന്റെ സകല പരിപാടിയും പൊളിഞ്ഞു. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ അവന്റെ ഹണിമൂണും എല്ലാം പൊളിഞ്ഞ് നാശായി. പിന്നെ ഇതിന്റെ പുറകെയല്ലായിരുന്നു കേസും അല്ലേ? ചേട്ടാ ഇനി എപ്പോഴും എല്ലാ വർഷവും എന്നെ മുടങ്ങാതെ വിളിക്കും. എന്നിട്ട് ചോദിക്കേടി നീ ഏത് ഡേറ്റ് എടുക്കണത്, ഞങ്ങളുടെ ഡേറ്റ് എടുക്കുവാണോ അതോ നിങ്ങളുടെ ഡേറ്റ് എടുക്കുന്നത്? അല്ല, അവരുടെ ഡേറ്റ് എടുക്കാൻ അവര് കോടാലിക്കേ കുറിക്കുള്ളൂ. എന്റെ മുഖം ഓർമ്മ വരും. അതാണ് ഏറ്റവും തരണം ചെയ്തത്. ആ ഒരു കുറച്ച് ഒരു 5-6 മണിക്കൂർ എടുത്തു അതിൽ നിന്ന് ഒന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ. ഓക്കെ, ലാസ്റ്റ് ഒരേ ഒരു സെഗ്മെന്റും കൂടെ. ചേച്ചി ഇപ്പം ചേട്ടന്റെ ആക്ടർ എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് അറിയാം, ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം അറിയാം, എന്താ പറയുക, ഇനി പിന്നെ എന്ത് മേഖലയിൽ ഇത് രണ്ടുമാണ്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡുമാണ്. ഇതിലെ ഏത് റോളാണ് ചേട്ടൻ ഏറ്റവും പെർഫെക്റ്റ് എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? ഭർത്താവ് ഉദ്യോഗമാണോ, ആക്ടർ എന്നുള്ള നടൻ എന്നുള്ള ഉദ്യോഗമാണോ, ക്യാപ്റ്റനായിട്ട് ഡയറക്ടറായിട്ട് നിൽക്കുന്നതാണോ ഏറ്റവും സിൻസിയറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചേട്ടൻ ചെയ്യുന്നത്? അതെന്റെ ഹസ്ബൻഡ്, എന്റെ ഭർത്താവ്, എന്റെ കെട്ടിയോൻ. കൂടുതൽ വലുതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ ചേട്ടൻ എന്ന് പറഞ്ഞ നടനും ഡയറക്ടറായി കാണണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ തൊപ്പിയിട്ട് സെറ്റിൽ ഇരിക്കും. സൂപ്പർ ചേട്ടാ, ഒരുപാട് സന്തോഷം. അതങ്ങനെ ചേട്ടൻ ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയും കൂടെ പറഞ്ഞേ. ചേട്ടൻ ചെയ്തതില് വെള്ളിമൂങ്ങ തന്നെയാണോ? വെള്ളിമൂങ്ങ ഇഷ്ടമാണ്. പിന്നെ അമർ അക്ബറിലെ എല്ലാം ഇഷ്ടമാണ്. ചേട്ടനും ചെയ്തതിൽ ഏറ്റവും കൂടുതൽ തൃപ്തി തോന്നിയ ഒരു ക്യാരക്ടർ? എല്ലാ ക്യാരക്ടറും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്, എന്നാലും ചില ക്യാരക്ടറും അതിനോടനുബന്ധിച്ച് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ എന്നും
അത് നമ്മൾ ഓർത്ത് വെക്കാനായിട്ട്? അല്ല, ഈ വെള്ളിമംഗലൊക്കെ കൊച്ചാപ്പി എന്നുള്ള ക്യാരക്ടർ തന്നെ. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഇരിക്കാൻ പറ്റാത്ത ആണെങ്കിലും ആ സിനിമ കഴിഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വനിതാ പ്രസിഡന്റുമാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എല്ലാ ഫംഗ്ഷനും വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. അത് വലിയൊരു ഭാഗ്യോ. പിന്നെ ചേട്ടൻ വേറൊരു സിനിമ ചെയ്ത കല്ല് പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് സിനിമ കാണാനായിട്ട്. അത് ഒരു ഓർഫനേജിൽ കഞ്ഞി വെക്കുന്ന ആളായിട്ട് അത് നല്ല ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആണല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇനി പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ചേട്ടൻ ഇനി അഭിനയം അങ്ങ് സൈഡിലേക്ക് ഒതുക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇതിപ്പോ ഡയറക്ഷൻ അത് ചേട്ടനൊരു ഇഷ്ടം കൊണ്ട് അതങ്ങനെ ചെയ്യുന്നു, സൈഡ് വഴി അഭിനയം അങ്ങനെ പോകുന്നു. ചേച്ചിയും ഇപ്പൊ അഭിനയത്തിലേക്ക് ഇറങ്ങി, നാടകം, ഇനി സിനിമ, ഇതിലേക്കൊക്കെ. ചേട്ടന്റെ പ്രൊജക്റ്റിലുണ്ടോ, സിനിമയിലുണ്ടോ? ഇല്ല, സിനിമയിലില്ല. ഞാനും ഇല്ല. ചേട്ടൻ അഭിനയിക്കാം, അതുകൊണ്ടാണോ? അഭിനയിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? സമ്മതിക്ക്. ചേച്ചി ഒരു നോട്ടം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതിനെ പറ്റിയ ക്യാരക്ടർ ഇല്ല, പക്ഷെ അതില് വേറെ സസ്പെൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അത് ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ അവസാന നിമിഷം വിളിച്ച് ഞാൻ വരത്തില്ല അതേപോലെ ഞാൻ പറയും. മാഡത്തിന്റെ ഡേറ്റ് ഒക്കെ നോക്കി എന്നിട്ട് വിളിക്കാവുള്ളൂ. മാഡത്തിന് വേറെ കുറച്ച് ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് ഭാര്യയല്ലേ അവസാനം ഇല്ലാണ്ട് വരുമ്പോ വിളിക്കില്ലേ? കണ്ടല്ലോ. അല്ല, ഞാനും നമുക്ക് ഫസ്റ്റ് ചെയ്യണ പടമായതുകൊണ്ടേ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ട്. അല്ല, ഒത്തിരി സുഹൃത്തുക്കളും ഉണ്ട്. അവരുടെ ആരുടെ ഞാൻ പറഞ്ഞ ആർക്കും ഇതിൽ വേഷം ഉണ്ടാവൂല. നമുക്ക് ഫസ്റ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇച്ചുവിന് പിന്നെ പണി ഇഷ്ടം പോലെ ഉണ്ടല്ലോ പടത്തിൽ അഭിനയിക്കണമെങ്കിലും. കുറെ കാശ് കിട്ടില്ല, എണ്ണ ഉണ്ടായിരുന്നു. അതെ, ഇതുമാതിരിയുള്ള ചേട്ടന് വായിന്ന് ഇങ്ങനെയുള്ള പൊട്ടത്തരമൊക്കെ വീഴും. അത് ആരെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. ഇത്രയും കാശ് കിട്ടും ചേച്ചി, എണ്ണ എല്ലാം കൂടെ വിളിക്കണം കേട്ടോ, ഞാൻ കൂടെ. അപ്പൊ എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇന്നലെ എന്തോ പറഞ്ഞപ്പോ എന്നോ ചേട്ടാ ഇത് എവിടെ നിന്ന് വായിന്ന് വന്നത്, പെട്ടെന്ന് ഇങ്ങനെ വന്നു പോകും. ചില സ്ഥലത്ത് പാരയായിട്ടുണ്ട്. ആണോ? ആ, പിന്നെ തമാശ പറയണതാണ്, പക്ഷെ നമുക്കത് എല്ലാവർക്കും അത് തമാശയായിട്ട് തോന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു കൂട്ടുകാരൻ പെണ്ണ് കണ്ടിട്ട് വന്നിട്ട് പെൺകൊച്ച നല്ല മിടിക്കി കൊച്ചാ, ഇത് ഞാൻ ഫിക്സ് ചെയ്തു, ഇതിൽ മാറ്റമില്ല, ഉറപ്പിച്ചു. ഞാൻ പിന്നെ ഇച്ചിരി വെയിറ്റ് ചെയ്താന്ന് പറഞ്ഞു. 10 മിനിറ്റ് പെണ്ണിന്റെ അമ്മ വിളിച്ചേക്ക ഞങ്ങൾക്ക് ഒന്നോ ആലോചിക്കണോന്ന്. ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. വായില് വലിയ എപ്പോ വീഴുന്നല്ലേ പണി കിട്ടിയിട്ടുണ്ട് എപ്പോഴൊക്കെയോ. ഞാൻ എന്റെ പേര് ഭാഷാൻ ഷാജി എന്നാണ്, പലർക്കും പണി കൊടുക്കുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയേക്കണത്. ചേട്ടനെ കിട്ടിയേക്കുന്ന ഒരു പണി കൂടെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമോ. നമ്മൾ ചെന്നൈയിൽ ഞാനൊരു പരിപാടിക്ക് പോയിട്ട് അവിടെ ഇതുപോലെ ചേട്ടൻ ഫുഡ് തരാൻ വരും എപ്പോഴും. അപ്പോൾ ഈ പുള്ളി കയറിയൊക്കെ ഇങ്ങനെ ഒരു ഇതിലിരിക്കുക, എന്നിട്ട് പുള്ളി ഫുഡും കൊണ്ടെന്ന് വെച്ചിട്ട് പുള്ളി ഒരു ആക്ഷനും പോക്കുണ്ട്. പുള്ളി പോയിക്കുമ്പോൾ ആ ഫുഡും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഡോറും വിട്ട് ഞാൻ അതേപോലെ വരും. അത് എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് പോകുന്ന ദിവസം പുള്ളി പറഞ്ഞേ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല മക്കളെ, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണം. ഞാൻ എന്ത് പറ്റി, എനിക്ക് ഇവിടെ ക്യാൻസറാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അതാ പുള്ളി ഇങ്ങനെ വെച്ചാൽ എനിക്ക് അന്നുണ്ടായ വിഷമമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ അത്ര അനുഭവിച്ചിട്ടില്ല. അത് ഞാൻ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് അങ്ങനെ തന്നെ പുള്ളിക്ക് കൊടുത്തു. ചേട്ടാ അത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ കൊടുത്തു വിട്ടു. ഇത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു ഞാൻ ആരെയും കളിയാക്കൂലെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരാൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ചന്തിത്രവും ഭസ്മം തുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു കായത്തിൻ്റെ സഞ്ചിയും പിടിച്ച് ലൂണാറിൻ്റെ ചെരുപ്പിട്ട് പുള്ളി നടന്നു. അപ്പം തന്നെ പോയി. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് സങ്കടപ്പെടുത്തേണ്ട രീതിയിലൊന്നും പറയൂല, പക്ഷെ അത് അന്നത്തെ ഭയങ്കര വിഷമമായി പോയി. അതെ, ചിലപ്പം ചേട്ടന്റെ മനസ്സിൽ അങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ടൊന്നും പറയുന്നതല്ലല്ലോ. ഈ ഹ്യൂമർ ഇതുള്ളത് കൊണ്ട് അറിയാണ്ട് ആ കൗണ്ടർ വന്ന് പറഞ്ഞു പോണതാണ്. പെട്ടെന്ന് പറയുമ്പോഴത്തേക്കേ അത് ചിലപ്പം ചിലവർക്ക് ഞാൻ സാദിയേട്ടൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് പോകണം, എനിക്ക് പോകണം, ഉണ്ണിക്കും പോകണം. അപ്പം ഇങ്ങനെ പോകുന്ന കഴിയുമ്പോൾ പ്രസാദം പറഞ്ഞ് പോകണ്ടറാ, അവിടെ നിന്നിട്ട് ഫ്രഷായിട്ട് പോയി പരിപാടി അവതരിപ്പിക്കാമെന്ന്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിഞ്ഞ് എന്നേക്കും അവിടെ. അപ്പോൾ അവരൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് ഇരിക്കുക. അപ്പോൾ എന്നിട്ട് എന്താ ഇന്നലെ പോകണമെന്ന് പറഞ്ഞല്ലേ, ഞങ്ങളൊക്കെ ഫ്രഷായിട്ടിരിക്കും. ഞാൻ പറഞ്ഞു ഫ്രഷായിട്ട് കാര്യമില്ല, പെർഫോമൻസ് തന്നാണോ പറഞ്ഞു പോണതാ. കൊള്ള എന്തായാലും. അപ്പൊ എപ്പോഴും ഈ വീടിനുള്ളിൽ ഇങ്ങനെ ചിരിയും കളിയും തമാശയും ഇങ്ങനെയൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ.
എന്തായാലും ചേട്ടന്റെ വലിയൊരു സ്വപ്നമാണ് എനിക്കറിയാം ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡിസംബറിൽ ചെയ്യാൻ പോകുന്ന ഗംഗ. അപ്പൊ ഗംഗയിലൂടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഗംഗ, യമുന, സിന്ധു, സരസ്വതി. സരസ്വതി, അതെ, ചേട്ടന്റെ ഗംഗയാണല്ലോ. യെസ്. അപ്പൊ അങ്ങനെ ഇനി അടുത്ത ചേച്ചിനെ വിളിക്കാൻ പോകുന്നത് ഗംഗേ. അങ്ങനെ ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിരിക്കും അത്. അപ്പൊ ചോദിക്കുന്നത് യാരത്? ഈ സോമയായിരിക്കും ചേച്ചി അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഒരുപാട് ഞാൻ ചിരിച്ച് ചിരിച്ച് എന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ യുവർ ടൈം. എല്ലാവിധ ആശംസകളും നേരുന്നു. കാണാം ഇതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് പോലെ തന്നെ എല്ലാ എപ്പിസോഡിലും ഇത്ര ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യും. ഇതുപോലെ തന്നെ സന്തോഷകരമായിട്ട് ഗംഭീരമായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട്. താങ്ക് യു. ഞാൻ പേടിക്കരുത്, ചേട്ടന്റെ അങ്ങനെ പറയത്തൊന്നുമില്ല, ചുമ്മാ സംസാരിക്കുന്നതിനിടയിൽ പിന്നെ പോയി കഴിയുമ്പോഴേ പറയുള്ളൂ. ഇല്ല എല്ലാവിധ ആശംസ, എല്ലാവിധ പ്രാർത്ഥന. താങ്ക് യു. അപ്പൊ ശരി, കാണാം. ബൈ ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.